വന്ദേ ഭാരത് ട്രെയിനിൽ വൈഷ്ണോദേവി കണ്ട്ര ഇവിടെ നിന്നാണ് വൈഷ്ണോദേവി ടെമ്പിളിലേക്കൊക്കെ പോകണമെന്നുള്ളവർക്ക് ഇവിടെ നിന്ന് പോവാം എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രെയിനിൽ വന്ന് നമ്മുടെ ബ്രിഡ്ജ് കാണാം എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം ആ ബ്രിഡ്ജിനെ ട്രെയിനകത്ത് ഇരുന്നിട്ട് ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല. രണ്ട് വിശേഷമുണ്ട്. ഏറ്റവും ഇന്ത്യയിലെ അല്ല വേൾഡിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഡിഗ്ഗസ്റ്റ് ബ്രിഡ്ജ് എന്നുള്ളതും അതുപോലെ തന്നെ ആദ്യത്തെ തൂക്കുപാലവും ഈ ലൈനിൽ തന്നെയാണുള്ളത്. പക്ഷെ അതൊന്നും നമുക്ക് ട്രെയിനിൽ ഇരുന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അതിനെ അന്വേഷിച്ചിട്ട് അത് കാണാം എന്ന് കരുതിയിട്ടാണ് വരുന്നതെങ്കിൽ വേണ്ട അത് സാധനം. പിന്നെ ഈ സ്റ്റേഷനിൽ കട്ര സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് ഇവിടെ നിന്നാണ് വൈഷ്ണോ ദേവി ടെമ്പിളിലേക്ക് പോകുന്നത്. വൈഷ്ണോ ദേവി ടെമ്പിളിലേക്ക് പോകാൻ ഇവിടെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. എനിക്ക് 2-3 മാസം മുന്നേ ആണ് അതിൻ്റെ ബുക്കിംഗ് ഒക്കെ സ്റ്റോപ്പ് ആവും. നല്ല സെക്യൂരിറ്റിയാണ് എപ്പോഴും ഇവിടെ. സെക്യൂരിറ്റിക്കൊന്നും ഒരു പ്രശ്നമില്ല. പോലീസ് അതുപോലെ തന്നെ പട്ടാളം ഒക്കെ ആയിട്ട് എപ്പോഴും ട്രെയിനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീനഗറിൻ്റെയും ജമ്മുവിൻ്റെയൊക്കെ പ്രത്യേകതയാണല്ലോ സിറ്റുവേഷൻസ് എപ്പോഴും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാത്ത സിറ്റുവേഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ചെക്കിങ് ആയിരിക്കും. പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും സേവനം നമുക്ക് എപ്പോഴും കിട്ടും. ഇവിടെ നിന്ന് ഒരു എസ്കലേറ്റർ ഉണ്ട്, അതിലാണ് ഇപ്പോൾ കയറുന്നത്. നോക്കാം വിചാരിച്ചിട്ടാണ്. അങ്ങനെ മലകളാണ്, മലകളുടെ ഒരു രക്ഷയില്ല. മലകൾ കണ്ടെന്ന് പറയുന്നത് അതിനൊരു ഹിമാലയസ് അനുക്കൾ തന്നെയാണേ. അത് അല്ലാത്ത മറ്റേ 2 സീസൺ ഉണ്ട്. ഒന്ന് രണ്ടും ഓഫ് സീസൺ എന്നോ ഓൺ സീസൺ എന്നോ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആ മഞ്ഞിന്റെ സമയമാകുമ്പോഴത്തേക്ക് മഞ്ഞിനെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ അതും ഒരു സീസൺ. അതല്ലാതെ ഈ സമയം എന്ന് പറയുന്നത് സമ്മറിന്റെ സീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴാണ് പൂക്കളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ പൂക്കളുടെ സീസൺ അപ്പോഴാണ് പ്രകൃതിയെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എല്ലാം വെള്ള നിറത്തിലേക്ക് കാണാൻ പറ്റും. ഇപ്പോഴ് പാറകള് പല നിറത്തില് പാറയെ കാണാൻ പറ്റും. അതുപോലെ തന്നെ മരങ്ങള് പല നിറത്തില് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാ സീസണും നല്ല. ഈ പിന്നിൽ കാണുന്ന മലയില്ലേ, ആ മലയുടെ അപ്പുറത്തായിട്ടാണ് അപ്പുറം ഭാഗം ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വൈഷ്ണോദേവി ടെമ്പിൾ വരുന്നത്. നമുക്ക് നടന്നു വേണമെങ്കിൽ പോവാം. നടന്നും പോകാൻ പറ്റുന്നതാണ്. പക്ഷേങ്കിൽ നടന്ന് പോകാനായിട്ടൊരു പ്രയർ ബുക്കിംഗ് ഒന്നും ആവശ്യമില്ല. ഇവിടെ ഹെലികോപ്റ്റർ എപ്പോഴും പറക്കും. ഹെലികോപ്റ്ററിൽ നമുക്ക് പോകാൻ പറ്റും. നല്ല വെയിലാണ്. അത് കാരണം എന്ന് വെച്ചാൽ അസാധ്യമില്ല. അപ്പോൾ നടന്ന് പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രയർ ബുക്കിംഗ് ഒന്നും വേണ്ട. പക്ഷെ ഒത്തിരി സമയം എടുക്കും. നല്ല കുറച്ച് ഉയരത്തിലാണ്, നല്ല ഉയരത്തിലാണ്. ആ കാണുന്ന മല കാണുന്നുണ്ടോ കയറ്റാണ്. അപ്പോൾ നടന്നെത്തല് അത്രയ്ക്ക് അങ്ങോട്ട് എളുപ്പമൊന്നുമല്ല. അങ്ങനെ കേരള. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ എന്ന് ചോദിക്കുന്ന ആൾക്കാർ നമ്മൾ കേരള എന്ന് പറഞ്ഞത്. ഹെലികോപ്റ്ററുടെ തലങ്ങും വിലങ്ങും എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ വൈഷ്ണോദേവി ടെമ്പിളിൻ്റെ അതിൻ്റെ വീഡിയോ എടുക്കാം. അതിലേക്ക് നമുക്ക് എപ്പോൾ വേണേൽ പോകാം, എങ്ങനെ വേണേലും പോവാം, നടന്ന് പോവാം. ബാക്കിൽ കാണുന്ന ആ ഭാഗത്തേക്ക് സംസാരിക്കാൻ കുറച്ച് പ്രശ്നമുണ്ട്. ഇതാണ് വൈഷ്ണോദേവി ടെമ്പിളിൻ്റെ മല. മലയുടെ അപ്പുറം അവിടെ ആ കാണുന്നതൊക്കെയാണ്. അവിടേക്ക് എത്തണം എന്നുള്ളതാണ്. ഈ റോഡുകൾ ഇതാ അവിടെ കാണുന്നതൊക്കെ ഈ മലയിലേക്ക് കയറാനുള്ള സിക്സാഗ് വഴികളൊക്കെയാണ്. ഇത് വണ്ടിയിൽ വേണമെങ്കിൽ പോവാം, നടന്നു പോവാം, കുതിരയിൽ പോവാം, ഹെലികോപ്റ്ററിലും പോവാം. നവമാത മന്ദിറിലേക്കാണ് വന്നിരിക്കുന്നത്. 82 ഡിസെൻഡിങ് ഓർഡറിൽ സ്റ്റെപ്സ് ഉള്ള സ്ഥലമാണ്. താഴേക്ക് ഇറങ്ങണം. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഗുഹ ഉണ്ടാവും. ആ ഗുഹയിലൂടെ ഇതുപോലെ തന്നെയാണ് വൈഷ്ണോദേവി ടെമ്പിളിലേക്ക് ഇങ്ങനെ. പക്ഷെ ഇത് താഴേക്കാണെങ്കിൽ അത് മുകളിലേക്ക് എന്നുള്ള രീതിയിലാണ് കേവിനകത്ത് പോകാനൊക്കെ. ഇവിടെയും ഏതാണ്ട് അങ്ങനെയൊക്കെയുണ്ട്. വെള്ളം ഒഴുകി വരുന്ന രീതിക്കൂടെ ഇത് ചെയ്തിട്ടുണ്ട് ശരിക്കും. പിന്നെ വീട് ഏതുവരെ എടുക്കാമെന്ന് ചോദിച്ചാൽ അറിയില്ല. കടകളുണ്ട് ഇവിടെ. കുറച്ച് പറ്റുന്ന പോലെ നോക്കാം. എത്ര വരെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്ന അറിയത്തില്ല. അപ്പുറത്ത് അതാ
കുന്നും മലഞ്ചെരിവും തന്നെയാണ്. ശരിക്കും മലഞ്ചെരിവ് ഇട്ടിട്ട് ഒരു കളിയില്ല എന്നുള്ളതാണ്. ഹിമാലയ സാധനങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ പർവ്വത നിരകളാണ് ഇവിടുത്തെ. കുറച്ച് ഇങ്ങോട്ട് ദൂരത്താണെന്നുണ്ട്. പക്ഷെ നല്ല ചൂട്, ചൂട്. അതിനൊക്കെ വന്നിട്ട് ഇതാ വൈഷ്ണോദേവിയുടെ ഫോട്ടോയും നവമാത ഫോട്ടോയും. ഇതാണ് ശരിക്കും നവമാത അമ്പലത്തിൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത്. ഈ അമ്പലത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇങ്ങനെ 9 അമ്മമാർ ഉള്ളത് മന്ദിരമാണ്. അവിടേക്കാണ് അതിൻ്റെ ഫോട്ടോ. ഇവിടെ നിന്ന് നമ്മൾ പൂവും പ്രസാദത്തിന് സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഇവിടെയും കിട്ടും. അതൊക്കെ വാങ്ങുമ്പം എന്താണെന്ന് വെച്ചാൽ വാങ്ങി ഞാൻ ലാവിഷായിട്ട് തൂക്കിപ്പിടിച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ പറയുകയാണ് പറഞ്ഞുണ്ട് അടിച്ചോണ്ട് സൂക്ഷിച്ചു വെച്ചോളാൻ. അതിന് ഞാനത് അതിനകത്താക്കി. കാരണം ഇങ്ങനെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാമെന്നല്ല, ശരിക്കും നല്ല കാഴ്ചയാണ്. വെള്ളം മോശത്ത് വരില്ല. ഇങ്ങോട്ട് വടക്കേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ നല്ല വെള്ളമാണെന്നുള്ളതാണ് എൻ്റെ आयो कोई रोज नहीं आना ये ले लो पैसा आके എടുക്കും ഓരോന്ന് എടുക്കും എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ എങ്കിൽ നമ്മളെടുത്തല്ലേ നമ്മൾ വാങ്ങിച്ചല്ലേ, എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? ശ്രീ നവദുർഗ ചലാടി മാതാ ട്രസ്റ്റ്. ഇവിടെ ഒരു ചെറിയൊരാൾ നിൽക്കുന്നുണ്ട്. ക്യാനാ ബേട്ടാ? ഒരു ചെറിയൊരാൾ. ക്യാനാ പോലെ നെത്തിത്ത സ്വീറ്റ്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടാണ് അമ്പലം. അതാണ് താഴേക്കാണ്. ഇടയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എന്നൊരിക്കലും പരമാവധി പോയിട്ട് എടുക്കാൻ പറ്റുമോ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം. ഇവിടെ മുട്ടിലഴഞ്ഞ് അവിടെ നിന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ മുട്ടിലഴഞ്ഞ് വേണം നമ്മളങ്ങ് പോകാൻ നവമാതാ ക്ഷേത്രത്തിലേക്ക്. വൈഷ്ണോദേവി ക്ഷേത്രത്തിലും നവമാതാ ക്ഷേത്രത്തിലുമൊക്കെ നമ്മളിങ്ങനെ മുട്ടിലഴഞ്ഞ് അകത്ത് കയറുമ്പോൾ മുതൽ പോകണം. ഇവിടെ 102 സ്റ്റെപ്പുള്ള നവമാതാ ക്ഷേത്രത്തിലാണ്. വൈഷ്ണോദേവി ക്ഷേത്രത്തിലും നവദുർഗ ക്ഷേത്രത്തിലും നമ്മൾ മുട്ടിലഴഞ്ഞ് വേണം പോകാനുള്ള. ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി അതുപോലെ അമ്മയെ കാണാൻ ഒരു ഗുഹയിൽ മുട്ടിലഴഞ്ഞ് പോയിട്ട് തൊഴുത് തിരിച്ചു വരാം. തിരിച്ച് അതേ സ്റ്റെപ്പ് അങ്ങനെയൊക്കെ കയറും. മൊത്തം 102 സ്റ്റെപ്പ് റോഡിൻ്റെ ഇവിടെ മുതൽ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ശരിക്കും നമ്മുടെ ശ്രീ മാതാ വൈഷ്ണോദേവി കട്ര എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു ഡയറക്ഷനാണ്. ഇവിടെ ഇറങ്ങി അങ്ങോട്ട് പോകാൻ പറ്റും. ഇനി ഈ പിന്നിൽ കാണുന്ന ഈ മലമുകളുണ്ടല്ലോ, ഈ മലമുകളിലാണ് അതിൻ്റെ ഭാഗത്തായിട്ടാണ് അതിനകത്തേക്ക് എപ്പോഴും അതിൽ തന്നെ പോയി സ്റ്റെപ്പൊന്നും കയറാതെ മല കയറാതെ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വരാൻ പറ്റും. നേരത്തെ ബുക്ക് ചെയ്യേണ്ടി വരും.